സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ ആനുവൽ എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. സോഷ്യൽ സയൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻസേഴ്സും കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും എക്സാമിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊന്ന് കാണുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോസ് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. ലാറ്റിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ഡ്രോൺ ബൈ ജോയിനിങ് പ്ലേസസ് ദാറ്റ് ഹാവ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. എന്താണ് ഇവിടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ്. ഫസ്റ്റ് കാണുന്ന ആ പിക്ചറിലുള്ളതാണ് ലാറ്റിറ്റ്യൂഡ്. ഇനി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞിട്ട് വെർട്ടിക്കലായിട്ട് വരുന്ന ലൈൻ ഉണ്ടല്ലോ, അതാണ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് മനസ്സിലായില്ലേ? അതിനോട് അനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Major line located at an angular distance of 23.5 degree north of the Earth center. Second one, 180 degree international date line. അത് തെറ്റാണ് കേട്ടോ. ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീൻവിച്ച് ഇൻ ഇംഗ്ലണ്ട്, അതും തെറ്റാണ്. ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് എൻ ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് 66.5 degree സൗത്ത് ഓഫ് ദ എർത്ത് സെന്റർ, അതും ശരിയാണ്. ഒന്നാമത്തെയും നാലാമത്തെയാണ് അവിടെ ശരി പറയുന്നത്. കാരണം കറക്റ്റായിട്ട് എർത്ത് സെന്ററിൽ നിന്നുള്ള 66 ഡിഗ്രിയുടെ കാര്യം, നോർത്ത് നിന്നുള്ള 23.5 ഡിഗ്രിയുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. ആംഗുലാർ ഡിസ്റ്റൻസ് അത് രണ്ടുമാണ് കറക്റ്റ്. ഗ്രീൻവിച്ച് മെറീഡിയൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സെക്കൻഡും അതുപോലെ തന്നെ തേർഡും വരുന്നത് ലോങ്ങിറ്റ്യൂഡിന്റെയാണ്. ലാറ്റിറ്റ്യൂഡ് എന്താന്ന് മനസ്സിലായല്ലോ. എന്താണ് ലോങ്ങിറ്റ്യൂഡ് എന്നുള്ളത് അറിയണ്ടേ? ദ ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് കണക്ടിങ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെന്റർ ഇസ് കോൾഡ് ലോങ്ങിറ്റ്യൂഡ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ? നോർത്തും സൗത്തും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് ലോങ്ങിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞല്ലോ വെർട്ടിക്കലി ആയിട്ട്. മറ്റേത് ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് കറക്റ്റ് ആയിട്ട് പറയും. കാരണം ഒരു ആംഗിൾ വൈസ് സെന്ററിൽ കൂടെയാണ് ആ ലൈൻ പോകുന്നത്. സെന്ററിൽ കൂടെ മീൻസ് അങ്ങനെയാണ് പോകുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ലോങ്ങിറ്റ്യൂഡിനോട് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മേജർ ലൈൻസ് ആണ് പ്രൈം മെറിഡിയനും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും വരുന്നത്. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ബി, ഐഡന്റിഫൈ ദ അതർ മേജർ ലൈൻസ് ദാറ്റ് ആർ ഈക്വലൻ ടു ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിനോട് മാച്ച് ആയിട്ട് വരുന്ന ലൈൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ലോങ്ങിറ്റ്യൂഡ് എന്താണെന്ന് കണ്ടു, ലോങ്ങിറ്റ്യൂഡിനോട് മാച്ച് ആയിട്ട് വരുന്ന ലൈൻസ് കണ്ടു. അത് ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് തന്ന ഒരു ഇൻഫോർമേഷൻ ആണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലാറ്റിറ്റ്യൂഡിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ ഇമാജിനറി ലൈൻസ് ദാറ്റ് റൺ ഈസ്റ്റ് വെസ്റ്റ് അറൌണ്ട് ദ എർത്ത്. ഈസ്റ്റ് വെസ്റ്റിലോട്ട് പോകുന്നതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. നോർത്ത് സൗത്തിലേക്ക് വരുന്നത് ലോങ്ങിറ്റ്യൂഡ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്റർ. അവിടെ ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി ആയിരിക്കും. ഇറ്റ് ഡിവൈഡ് ദ എർത്ത് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. രണ്ട് ഭാഗമായിട്ട് നമ്മുടെ എർത്തിന്റെ സെന്ററിലേക്ക് കൂടെ പോകുന്ന ലൈനെയാണ് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട്, അത് ഇക്വേറ്റർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ലാറ്റിറ്റ്യൂഡ് 23.5 degree നോർത്ത്. ദ സൺ ഈസ് ഡയറക്ട്ലി ഓവർഹെഡ് ഹിയർ അറൌണ്ട് ജൂൺ 21. ഇവിടെ എത്രയായിരിക്കും? സൺ കറക്റ്റ് നമ്മുടെ മുകളിലായിട്ടാണ് വരിക, തലയ്ക്ക് മുകളിലായിട്ട്. ഓക്കെ, ജൂൺ 21. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ലാറ്റിറ്റ്യൂഡ് 23.5 degree തന്നെയാണ്, സൗത്തിലാണുള്ളത്. മറ്റേത് നോർത്തിലായിരുന്നു, സൗത്തിലാണ്. ദ സൺ ഈസ് ഡയറക്ട്ലി ഓവർഹെഡ് ഹിയർ അറൌണ്ട് ഡിസംബർ 22. അടുത്തത് ആർട്ടിക് സർക്കിൾ, ലാറ്റിറ്റ്യൂഡ് 66.5 degree ആണ്. റീജിയൻ വിത്ത് വെരി ലോങ് ഡേയ്സ് ആൻഡ് നൈറ്റ്. അവിടെ വലിയ പകലുകൾ ഉണ്ടായിരിക്കും, നൈറ്റുകളും. അന്റാർട്ടിക് സർക്കിൾ അവിടെ 66 തന്നെയാണ്, സൗത്തിലാണ് വരുന്നത്. സറൗണ്ട് ദ അന്റാർട്ടിക് റീജിയൻ. മലയാളം മീഡിയത്തിന് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരേ കോണീയ അകലമുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശങ്ങൾ. നമ്മൾ നേരത്തെ ലാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞത്. താഴെ പറയുന്നവയിൽ നിന്ന് അക്ഷാംശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരിച്ചറിയുക. ഭൂമിയുടെ കേന്ദ്രത്തിന് 23.5 വടക്ക് കോണീയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന രേഖ. അന്താരാഷ്ട്ര തീയതി രേഖ. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന രേഖ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് 66.5 തെക്ക് കോണീയ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന രേഖ. ഇതിൽ ഏതാണ് കറക്റ്റ്? ഒന്നാമത്തെ നാലാമത്തെ ആണ്. നാലാമത്തേൽ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ആ സെന്റൻസ് ഒന്ന് വന്നിട്ടുണ്ട്, അതൊന്ന് ശരിക്കും എഴുതുക കേട്ടോ. അക്ഷാംശം എന്താന്ന് മനസ്സിലായി. ഇനി രേഖാംശം എന്താന്ന് കൂടി നമുക്ക് നോക്കാം. ഭൂമിയുടെ കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി വടക്ക് ധ്രുവത്തെയും തെക്ക് ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായി ഭൂമിയുടെ ഉപരിതലത്തിൽ കൽപ്പിതമായി വരയ്ക്കുന്ന രേഖകളെയാണ് രേഖാംശങ്ങൾ, ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ കണ്ടു. അതിൽ 4 ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു സെലക്ട് ചെയ്തത്. അവിടെ നമ്മൾ ലോങ്ങിറ്റ്യൂഡ് രേഖാംശങ്ങളാണ് പറയുന്നത്. പ്രൈം മെറിഡിയൻ അത് രേഖാംശയായിട്ട് വരും. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും അതുപോലെ തന്നെ വരും. നെക്സ്റ്റ് ഇതിലെ ബി ക്വസ്റ്റ്യൻ, അക്ഷാംശങ്ങൾക്ക് തുല്യമായ മറ്റ് പ്രധാന രേഖകൾ തിരിച്ചറിയുക. അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അക്ഷാംശവുമായി ലാറ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ട പ്രധാന രേഖകൾ. അക്ഷാംശങ്ങൾ ഭൂമിയെ ചുറ്റി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന കൽപ്പിത രേഖകളാണ്. പ്രധാനപ്പെട്ട 5 അക്ഷാംശങ്ങൾ ഇവയാണ്. ഇക്വേറ്റർ,
ഭൂമധ്യരേഖ അക്ഷാംശം 0 ഡിഗ്രി. ഭൂമിയെ വടക്കൻ അർദ്ധഗോളവും തെക്കൻ അർദ്ധഗോളവുമായി വിഭജിക്കുന്നു. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കർക്കിടക വൃത്തം അക്ഷാംശം 23.5 ഡിഗ്രി. വടക്ക് ജൂൺ 21 സൂര്യൻ നേരിട്ട് മുകളിൽ വരും. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മകരവൃത്തം അക്ഷാംശം 23 ഡിഗ്രി തെക്ക്. നേരത്തെ വടക്കായിരുന്നു, ഇത് തെക്കാണ്. ഡിസംബർ 22 സൂര്യൻ നേരിട്ട് മുകളിൽ വരും. ആർട്ടിക് സർക്കിൾ ആർട്ടിക്കിൾ വൃത്തം അക്ഷാംശം 66.5 ഡിഗ്രി വടക്ക്. ഇവിടെ വളരെ ദൈർഘ്യമുള്ള പകലും രാത്രിയും അനുഭവപ്പെടുന്നു. അന്റാർട്ടിക് സർക്കിൾ അക്ഷാംശം 66.5 ഡിഗ്രി തെക്ക്. അന്റാർട്ടിക് പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള രേഖയാണ്. ഇത്രയുമാണ് അവിടെ വരുന്ന ഇൻഫോർമേഷൻസ് കേട്ടോ. Second question, based on their nature, constitutions are classified as written and unwritten. കോൺസ്റ്റിറ്റ്യൂഷനെ റിട്ടണും അൺറിട്ടൺ ആയിട്ട് നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് ഏതൊക്കെ കൺട്രീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനകളെ അവയുടെ സ്വഭാവം അനുസരിച്ച് ലിഖിതവും എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുമുണ്ട് എഴുതാത്തതുമുണ്ട് അതിൽ തരം തിരിച്ചിരിക്കുന്നു. താഴെ പറയുന്നവയിൽ നിന്ന് ലിഖിത ഭരണഘടനയുടെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. അത് ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട്, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. നമുക്കറിയാം അമേരിക്കയും ഇന്ത്യയും മാത്രമാണ്, അവർക്ക് രണ്ടാൾക്കുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനകൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് തിങ്, റൈറ്റ് എനി ടു ഫീച്ചർ ദാറ്റ് ആർ ഇൻ എഗ്രിമെന്റ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. ഒരു ഭരണഘടനാ സംവിധാനവുമായി യോജിക്കുന്ന ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം മതി. ഡിഫൈൻ ദ റൈറ്റ് ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ അവകാശങ്ങൾ നിർവചിക്കുക. എൻഷുർ ദ റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ ആധിപത്യം ഉറപ്പാക്കുക. ഇത് രണ്ടുമാണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കാട്ടോ. ഒന്ന് പൗരന്മാർക്ക് അവരുടേതായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു, പിന്നെ നിയമത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആധിപത്യമുണ്ട്. എപ്പോഴും നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ നിയമം പാലിക്കണം, അത് എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ തിനാസ് ഇൻ ആൻഷ്യൻ തമിഴകം വാസ് റിച്ച് ഇൻ ഡൈവേഴ്സ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്. പുരാതന തമിഴകത്തിൽ തിന്നായികളുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ സമ്പന്നമായിരുന്നു. തിനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലിറ്ററേച്ചർ പ്രകാരം നമ്മൾ ഒരു പ്രദേശത്തെ 5 തരത്തിൽ ഡിവൈഡ് ചെയ്തേക്കാണ്. ഓക്കെ, അറേഞ്ച് ദ ഗിവൻ ലിസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി. താഴെ തന്നിരിക്കുന്ന പട്ടിക ഉചിതമായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അതിലെ തിനാസ് തന്നിട്ടുണ്ട്. തിനാസ് ഏതൊക്കെയുണ്ട്? 3 തരാണ് അവിടെ തന്നിരിക്കുന്നത്. 3 ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളാണ്, അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ ആ ഒരു സവിശേഷതകളും തന്നിട്ടുണ്ട്. ഒന്നാമത്തത് കുറിച്ചിയാണ്. കുറിച്ചി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ, വനങ്ങളും മലകളും ഉള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെയ്തലാണ്. നെയ്തലിന്റെ വരുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്, തീരദേശ മേഖലയാണ് വരിക. അടുത്തത് മുല്ലയാണ്. മുല്ലൈ വരുന്നത് പുൽമേടുകളാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അതിൽ നിന്ന് കുറിഞ്ഞി A2 വരുന്നതും അതുപോലെ BC വരുന്നതും A2, അതുപോലെ B3, അതുപോലെ C1, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണ് അതിൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഇത് മൂന്നും അല്ലാതെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അപ്പൊ അതും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. തിനാസ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിന്റെയും ഒക്യുപ്പേഷൻ എന്താണ്, അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ഏരിയ എങ്ങനെയാണ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇത് 1 മാർക്കിന് 2 മാർക്കിന് അല്ല 3 4 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്ത് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിനാസ് ഇൻ ആൻഷ്യൻ തമിഴകം. തിനാസ് ഇൻ ആൻഷ്യൻ തമിഴകം സൊസൈറ്റി ആൻഡ് ലൈഫ് വർ ക്ലോസ്ലി കണക്റ്റഡ് ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതിയായിട്ട് അവർ നന്നായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇൻ സംഘം ലിറ്ററേച്ചറിൽ ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു 5 നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തെ 5 തരത്തിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തില്? സംഘം ലിറ്ററേച്ചറിൽ. തിനൈ എന്ന് പറയാം. ഈച്ച് തിനായ് ഹാഡ് ഇറ്റ്സ് ഓൺ ക്ലൈമറ്റ്, പീപ്പിൾ, ഒക്യുപ്പേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഓരോ തിനാസിനും അവർക്ക് അവരുടേതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, ആൾക്കാരുണ്ട്, അവിടെ അവർ ചെയ്യുന്ന വർക്കുകൾ, ഒക്യുപ്പേഷൻ, അവരുടെ ജോലിയുണ്ട്, അതുപോലെ അവരുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ദ 5 തിനാസ്. ഇനി ഏതൊക്കെയാണ് 5 നോക്കാം. ആദ്യത്തെ കുറിഞ്ചി, മൗണ്ടെയിൻ റീജിയനിലാണ് ഉള്ളത്. ഏരിയ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻ. പീപ്പിൾ, അവിടുത്തെ ആൾക്കാർ ഹണ്ടേഴ്സ് ആൻഡ് ഹിൽ ട്രൈബ്സ് ആയിരുന്നു. അവിടുത്തെ ആ ഒരു കാട്ടിലെ ആദിവാസികളും അതുപോലെ തന്നെ അവിടെ വേട്ടക്കാരായിരുന്നു കൂടുതൽ. മെയിൻ ഒക്യുപ്പേഷൻ, അവരുടെ ഏറ്റവും എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. അവരവിടെ വേട്ടയാടി എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. മുല്ലൈ, ഫോറസ്റ്റ് പാസ്റ്ററൽ റീജിയൻ, ഫോറസ്റ്റ് ഏരിയാസ് ആണ്. ഏരിയ ഫോറസ്റ്റും വരുന്നുണ്ട്, ഗ്രാസ് ലാൻഡ്സും വരുന്നുണ്ട്, പുൽമേടുകളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പുൽമേടുകളും കാടൊക്കെ ആകുമ്പോൾ എന്ത് വരും? അവിടുത്തെ ആൾക്കാർ ഷെപ്പേർഡ്സും കാറ്റിൽ ഹെർഡേഴ്സും ആണ്.
അപ്പോൾ അവിടുത്തെ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, പശുക്കളെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഷെപ്പേർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ആടുകളൊക്കെ മേയ്ക്കുന്ന ആൾക്കാരില്ല, ആടുകളെ, ചെമ്മരിയാടിനെ, അതുപോലെ പശുക്കളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താവും? കാറ്റിൽ റിയറിങ്, അത് പശുക്കളെയും മറ്റ് മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നത്. ഇനി മരുതം, ഫെർട്ടൈൽ പ്ലെയിൻസ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആൻഡ് റിവർ വാല്യൂസ്, അതാണ് അവരുടെ ഏരിയ എന്ന് പറയുന്നത്. മരുതം കേട്ടോ, അഗ്രികൾച്ചർ കൃഷിയുണ്ട്, അതുപോലെ തന്നെ റിവർ വാല്യൂസിലൊക്കെയാണ് അവരുള്ളത്. പീപ്പിൾ അവിടെയുള്ള ഓട്ടോമാറ്റിക്കലി കൃഷിയും കാര്യങ്ങളും അങ്ങനെയുള്ള ലാൻഡിലാണെങ്കിൽ അവർ അവിടെ കൃഷി ചെയ്യും. അപ്പോൾ അവർ കൃഷിക്കാരായി, ഫാമേഴ്സ് ആണ്. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താവും? ഫാമിംഗ് ആൻഡ് കൾട്ടിവേഷൻ ആവും. കൃഷി ചെയ്ത് അവിടുന്ന് അവർ വിളകളൊക്കെ സമ്പാദിക്കുക. ആൻഡ് ഇതിലെ അടുത്തത് നെയ്ത്താൽ ഉണ്ട്. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്, കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഏരിയ സീഷോർ ആൻഡ് കോസ്റ്റൽ ഏരിയാസ്, തുറമുഖങ്ങളിലൊക്കെയാണ് അവർ താമസിക്കുന്നത്, അതുപോലെ കടൽ തീരത്തൊക്കെയാണ് താമസിക്കുന്നത്. പീപ്പിൾ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെന്താവും? ഫിഷർമാൻ ആവും, മീൻപിടുത്തക്കാരാവും. അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്താവും? ഫിഷിംഗ് ആൻഡ് സീ ട്രേഡ്, കടലിലൂടെയുള്ള ആ ഒരു ട്രേഡും കാര്യങ്ങളും കച്ചവടങ്ങളും, അതുപോലെ തന്നെ മീൻകാരായിരിക്കും അവർ ഏറ്റവും കൂടുതൽ. പാലൈ, ഡ്രൈ ഡെസേർട്ട് റീജിയൻ ആണ്, അവിടെ മരുഭൂമിയാണ്. അപ്പൊ ഏരിയ എങ്ങനെയാണ്? ഡ്രൈ ആയിട്ടുള്ള ആരിഡ് ലാൻഡ് ആണ് ഉള്ളത്. ഇനി പീപ്പിൾ എന്തായിരിക്കും? അവിടെയുള്ള ആൾക്കാർ ട്രാവലേഴ്സ് ആൻഡ് വാരിയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് റൈഡിങ്, ട്രേഡിംഗ് ആൻഡ് ട്രാവലിംഗ്. ട്രാവലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം? കച്ചവടങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രേഡിങ്ങിന് പോവാം. അതുപോലെ തന്നെ വാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യുദ്ധം ചെയ്യുന്ന പോരാളികളൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ റൈഡിങ് എന്ന് പറയുന്നുണ്ട്. റൈഡിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് കൊള്ളക്കാരാണ്. ഇനി പുരാതന തമിഴകയിലെ തിണൈകൾ, പുരാതന തമിഴകം പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. സംഘം ലിറ്ററേച്ചർ കാലഘട്ടത്തിൽ ഭൂമിയെ തിണൈകൾ എന്ന പേരിൽ 5 പ്രകൃതി പ്രദേശങ്ങളായി വിഭജിച്ചു. ഓരോ തിണയ്ക്കും പ്രത്യേക തരം ഭൂപ്രകൃതി, കാലാവസ്ഥ, ജനങ്ങളുടെ തൊഴിൽ, ജീവിത രീതി എന്നിവ ഉണ്ടായിരുന്നു. 5 തിണൈകളാണുള്ളത്. കുറിഞ്ചി, മലനാടാണ് അവർ നിൽക്കുന്നത്. പ്രദേശം മലകളും കുന്നുകളും. ജനങ്ങൾ അവിടുത്തെ വേട്ടക്കാരും മലവാസികളും ആയിരിക്കും. തൊഴില് വേട്ടയാടലാണ് മെയിനായിട്ട്. ഇനി മുല്ലൈ, കാടുകളും പുൽപ്രദേശങ്ങളുമാണ് അവരുടെ സ്ഥലം. പ്രദേശം കാടുകൾ. ജനങ്ങൾ എങ്ങനെയാ? പശുപാലകരാണ്, എന്ന് വെച്ചാൽ പശുക്കളെയൊക്കെ നോക്കുന്ന ആൾക്കാർ. തൊഴിൽ പശു വളർത്തലാണ്. മരുതം, കൃഷിയിടങ്ങൾ. പ്രദേശം നദീതീരവും സമൃദ്ധമായ നിലങ്ങളും. അപ്പൊ അവിടുത്തെ ജനങ്ങള് കർഷകരാവും. തൊഴില് കൃഷിയാവും. നെയ്തൽ, കടൽ തീരത്താണുള്ളത്. പ്രദേശം കടൽ തീര പ്രദേശം. ജനങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികൾ. തൊഴിൽ മത്സ്യബന്ധനം, കടൽ വ്യാപാരം. പാലൈ, വരണ്ട പ്രദേശം, വരണ്ട മരുഭൂമി പോലുള്ള ഭൂമി. ജനങ്ങൾ യാത്രക്കാരും യോദ്ധാക്കളും. തൊഴിൽ യാത്ര, ആക്രമണം, വ്യാപാരം. ഇനി ആ ഭാഗത്തിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദ അബവ് മെൻഷൻ തിനാസ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. മുകളിൽ സൂചിപ്പിച്ച തിനായികളിൽ താമസിക്കുന്ന ആളുകളുടെ പ്രധാന തൊഴിലുകൾ തിരിച്ചറിയുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ, ദ മെഗാലിത്തിക് കൾച്ചർ വാസ് മെയിൻലി എ ഹാൾമാർക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. മെഗാലിത്തിക് സംസ്കാരം പ്രധാനമായും ദക്ഷിണേന്ത്യയുടെ ഒരു പ്രതീകമായിരുന്നു. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ റീജിയൻ റിലേറ്റഡ് ടു മെഗാലിത്തിക് കൾച്ചർ. താഴെ പറയുന്നവയിൽ നിന്ന് മെഗാലിത്തിക് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രദേശം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ ഉണ്ട്, ഒഡീഷ ഉണ്ട്, നാഗാർജുനകൊണ്ട ഉണ്ട്, അതുപോലെ കൊൽക്കത്ത. നാഗാർജുനകൊണ്ടയാണ് അതിനുള്ള ആൻസർ. മെഗാലിത്തിക് കൾച്ചർ കേട്ടോ, മറക്കരുത്. ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിംഗ് ദ മെഗാലിത്തിക് പീരീഡ്. മഹാശിലയുഗ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിലെ പ്രത്യേകതകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. Diverse iron tools were used for different purpose. Pottery was made and used. Various methods were adopted for burial. The reveals of scientific nature of the burial practice. വിവിധ ആവശ്യങ്ങൾക്കായി വ്യത്യസ്തമായ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. സംസ്കാരത്തിനായി വിവിധ രീതികൾ സ്വീകരിച്ചിരുന്നു. ഇത് സംസ്കാര രീതികൾ ശാസ്ത്രീയ സ്വഭാവമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ആൾക്കാരെ കുഴിച്ചിടുന്ന ആ ഒരു പ്രവണതയാണ് പറയുന്നത് കേട്ടോ. അത് പല രീതിക്കായിട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പല രീതികളിൽ. അപ്പൊ ഇത് ശാസ്ത്രീയ സ്വഭാവമുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ അവിടെ പറഞ്ഞത് എന്താ? അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ യൂസ് ചെയ്തു, മൺപാത്രങ്ങൾ ഉപയോഗിച്ചു, അത് യൂസ് ചെയ്തു, സംസ്കാരത്തിന് പല രീതികൾ ഉപയോഗിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ, വാട്ടർ ഈസ് ദ ബേസിക് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഒബ്സർവ് ദ ഗിവൻ പിക്ചർ. വെള്ളം വേണം നമുക്ക് ജീവിക്കാനായിട്ട്, വേണമല്ലോ. അപ്പൊ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്രേഷൻ, ഓഷ്യൻ വാട്ടർ, ലേക്സ്, റിവർ. സങ്കനം എന്ന് പറഞ്ഞാൽ വാതകം തണുത്ത് വെള്ളത്തുള്ളികളാകുന്ന അവസ്ഥ. വർഷണം, മഴ, മഞ്ഞ്, ആലിപ്പഴം തുടങ്ങിയ ഭൂമിയിലേക്ക് വീഴുന്നത്.
ബാഷ്പീകരണം, അതാണ് ഇവാപ്രേഷൻ, വെള്ളം ചൂടേറ്റ് വാതകമാകുന്നത്. അടുത്തത് ഓഷ്യൻ വാട്ടർ, സമുദ്രജലം, ലേക്ക്, തടാകങ്ങൾ, റിവർ, നദികൾ. അറിയാം. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ സ്റ്റേജ് ഓഫ് വാട്ടർ സൈക്കിൾ ഷോൺ. അവിടെ തന്നിട്ടില്ലേ എന്താണ് അവിടെ വാട്ടർ സൈക്കിൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഏരിയ ഒക്കെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചർ ഞാൻ വലുതാക്കി കാണിച്ചു തരാം കേട്ടോ. അധികം ക്ലാരിറ്റി ഉള്ള പിക്ചർ അല്ല, പക്ഷെ അവിടെ കാണുന്നുണ്ട് ലേക്സ്, അതുപോലെ ഇവാപറേഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ വരുന്നുണ്ട്, പെർസിപ്പിറ്റേഷൻ വരുന്നുണ്ട്, വീണ്ടും അത് റിവറിലേക്ക് തന്നെ ആവുന്നുണ്ട്. അപ്പൊ അവിടെ കാണിക്കുന്നത് എന്താണ്, അവിടെ ആക്ച്വലി കണ്ടൻസേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഘനീഭവിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാതകം തണുത്ത് വെള്ളത്തുള്ളിലാകുന്നു. നമുക്കറിയാം ആ കടലിൽ നിന്ന് നേരെ ആകാശത്തിലേക്ക് പോകുന്നുണ്ട് ഇവാപറേഷൻ വഴി. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മഴത്തുള്ളികളായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഘനീഭവിക്കൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ കേട്ടോ. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഇവാപറേഷൻ, പ്രസിപ്പിറ്റേഷൻ, കണ്ടൻസേഷൻ. ബാഷ്പീകരണം, വർഷണം, സങ്കലനം. ഇതൊക്കെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവാപറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ പേപ്പർ ഡ്യൂ ടു ഹീറ്റ്. വെള്ളം ചൂട് ലഭിച്ച് ജലബാഷ്പവുമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ചൂട് ലഭിക്കുമ്പോൾ എന്താവാണ്, അവിടെ വാട്ടർ ചേഞ്ച് ഇൻ ടു വാട്ടർ പേപ്പർ, അവിടെ ജലബാഷ്പീകരണം ആവുകയാണ്. ഓക്കെ, നീരാവി ആവുകയാണ്. ഇനി പ്രസിപ്പിറ്റേഷൻ, വർഷണം. Precipitation is the process in which water falls from cloud to the earth as rain, snow or hail. ഇവിടെ മേഘങ്ങളിൽ നിന്നുള്ള വെള്ളം, മഴ, മഞ്ഞ്, ആലിപ്പഴം എന്നിവയിൽ ഭൂമിയിലേക്ക് വീഴുന്ന പ്രക്രിയയാണ്. അത് മനസ്സിലായല്ലോ. തേർഡ് വൺ, കണ്ടൻസേഷൻ, സങ്കലനമാണ്. കണ്ടൻസേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് വാട്ടർ വേപ്പർ കൂൾ ആൻഡ് ചേഞ്ച് ഇൻ ടു ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ് ഫോമിംഗ് ക്ലൗഡ്സ്. ജലബാഷ്പം തണുത്ത് ചെറിയ വെള്ളത്തുള്ളികളായി മാറുന്ന പ്രക്രിയയാണ് സങ്കലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ ഈ മൂന്നെണ്ണം? ഫോർത്ത് ക്വസ്റ്റ്യൻ, നമുക്ക് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് ഹാവ് ദയർ ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. നമുക്കറിയാം ഒരുപാട് കോണ്ടിനെന്റ്സിനും അതുപോലെ കടലുകൾക്കായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ സവിശേഷതകളുണ്ട്. ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡർ. അറ്റ്ലാന്റിക് ഓഷ്യൻ തന്നിട്ടുണ്ട്, വിഴിഞ്ഞം പോർട്ട് തന്നിട്ടുണ്ട്, പസഫിക് ഓഷ്യൻ തന്നിട്ടുണ്ട്. അടുത്ത കളിയിൽ ചാലഞ്ചർ ഡീപ്പ്, എസ് ഷേപ്ഡ്, ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രം തന്നിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖം തന്നിട്ടുണ്ട്, പസഫിക് മഹാസമുദ്രം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തിലെ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഭാഗം ഇന്ത്യൻ മഹാസമുദ്രം, എസ് ആകൃതിയിലുള്ളത്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. കാരണം അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്, ഇന്ത്യൻ ഓഷ്യൻ ആണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അടുത്തത് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത് ചാലഞ്ചർ ഡീപ്പ് ആണ്. പസഫിക് മഹാസമുദ്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സമുദ്രഭാഗമാണ്. ഇത് മൂന്നും നിങ്ങൾ എഴുതി വെക്കുക, കാരണം ഇത് വൺ വേർഡ് ആയിട്ടും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ വേ ഇൻ വിച്ച് ഓഷ്യൻ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. സമുദ്രങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ആൻഡ് റെയിൻഫാൾ ഓഫ് പ്ലേസസ്. സമുദ്രങ്ങൾ കാലാവസ്ഥയെയും മഴയെയും സ്വാധീനിക്കുന്നു. ദേ പ്രൊവൈഡ് ഫുഡ് സച്ച് ആസ് ഫിഷ് ആൻഡ് അതർ സീ പ്രൊഡക്റ്റ്. അവ മത്സ്യം പോലുള്ള ഭക്ഷ്യസ്രോതസ്സുകൾ നൽകുന്നു. ഓഷ്യൻസ് ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. ഗതാഗതത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും സഹായിക്കുന്നു. ദേ പ്രൊവൈഡ് മിനറൽ, സോൾട്ട് ആൻഡ് അതർ റിസോഴ്സസ്. ഉപ്പ്, ധാതുക്കൾ തുടങ്ങിയ വിഭവങ്ങൾ നൽകുന്നു. ഓഷ്യൻ സപ്പോർട്ട് ടൂറിസം ആൻഡ് റിക്രിയേഷൻ. ടൂറിസത്തിനും വിനോദത്തിനും സഹായിക്കുന്നു. നെക്സ്റ്റ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Although online systems have made financial transaction easier, frauds also exist in this field. ഓൺലൈൻ സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലും തട്ടിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഓൺലൈൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഓൺലൈൻ സാമ്പത്തിക ഇടപാടല്ലാത്തത്? അത് ഞാൻ മലയാളത്തിൽ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഡെബിറ്റ് കാർഡ്, ചെക്ക്, UPI, ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ത്രൂ ഓൺലൈനിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചെക്ക് വഴി പറ്റില്ല, ചെക്ക് വഴി ബാങ്കിൽ പോകണം. UPI വഴി പറ്റും, ക്രെഡിറ്റ് കാർഡ് വഴി പറ്റും കേട്ടോ. വാട്ട് ആർ ദ മെത്തേഡ് ടു പ്രിവെന്റ്? അപ്പൊ ഇതിലെ ആൻസർ എന്താ? ചെക്ക്. വാട്ട് ആർ ദ മെത്തേഡ് ടു പ്രിവെന്റ് ഓൺലൈൻ ഫ്രോഡ്? ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിംഗ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഡു നോട്ട് കീപ് ATM പിൻ ഓൺ ഫോൺ. യൂസ് സ്ട്രോങ് പാസ്വേഡ്. ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വന്റ്ലി. ATM പിന്നും OTPയും ആരോടും പങ്കിടരുത്. സംശയാസ്പദമായി ഓൺലൈൻ ലിങ്കുകൾ തുറക്കരുത്. ലിങ്കുകൾ കേട്ടോ. അക്കൗണ്ട് വിവരങ്ങൾ ചോദിക്കുന്ന ഫോൺ സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത്. ATM പിൻ ഫോണിൽ സൂക്ഷിക്കരുത്. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. Next question. Japan is a country that grew with strong willpower even after suffering nuclear attack following the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ആണവ ആക്രമണങ്ങൾ നേരിട്ടതിനു ശേഷവും ശക്തമായ ഇച്ഛാശക്തിയോടെ വളർന്ന രാജ്യമാണ് ജപ്പാൻ. താഴെ പറയുന്നതിൽ നിന്ന് ഒരു ജാപ്പാനീസ് ബ്രാൻഡ് തിരിച്ചറിയുക. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ
ഐഡന്റിഫൈ എ ജപ്പാനീസ് ബ്രാൻഡ്. മാരുതി, ടൊയോട്ട, ഫയറ്റ്, റെനോൾട്ട്. ഇതിലേതാണ്? ഇതിൽ ടൊയോട്ടയാണ്. Write any two factors that contributed to the modernization of Japanese economy. ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണത്തിന് കാരണമായ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക. Japanese students were sent abroad for education. Foreign technicians were appointed to train the workers. വിദ്യാഭ്യാസത്തിനായി ജപ്പാനീസ് വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ വിദേശ സാങ്കേതിക വിദഗ്ധരെ നിയമിച്ചു. ഇത് രണ്ടാണ് ആൻസേഴ്സ് വരുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. സോ നമുക്ക് അതിന്റെ വീഡിയോസ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.